നമസ്കാരം. ഓം നമ ശിവായ. അപ്രതീക്ഷിതമായി ധനം കുമിഞ്ഞുകൂടുവാൻ യോഗമുള്ള ചില രാശിക്കാരുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇവരുടെ ധനഭാഗ്യം വന്നു ചേരുന്നത്. നാം പൊതുവെ പറയാറുണ്ട് ശനിദശ എന്ന്. ശനിദശ എപ്പോഴും ദോഷം നൽകുന്ന ഒന്നല്ല, നല്ലത് നൽകുന്ന ഫലവുമുണ്ട് ശനിക്ക്. ശനി വക്രത്തിലേക്ക് പോകുന്നതിനാൽ ചില നാളുകാർക്ക് ശിവകോടീശ്വര യോഗം വരാൻ പോവുകയാണ്. 15 നാളുകാർക്കാണ് ഇത് പറയുന്നത്. ഏതെല്ലാം നാളുകാർക്കാണ് ഈ യോഗം വരാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാം. ഈ ജൂലൈ 13 കൂടി ചില നാളുകൾക്ക് ഈ യോഗം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് കുറച്ച് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗ്യമാണ്. നമുക്ക് ഏതൊക്കെ നാളുകാരാണ് എന്ന് നോക്കാം. ആദ്യം ഇടവക്കൂറിൽ പെടുന്ന നാളുകാരാണ്. ഇടവക്കൂറിൽ പെടുന്ന കാർത്തിക, രോഹിണി, മകീരം നാളുകാർക്കാണ് ഈ ഭാഗ്യം വരുന്നത്. ഇവർക്ക് കോടീശ്വര ഭാഗ്യമുണ്ട് എന്ന് തന്നെ പറയാം. ധനബാധ്യതകൾ തീർത്തെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു. വലിയ രീതിയിൽ ധനസമ്പത്ത് ഇവരിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നുണ്ട്. ഇത് ശനീശ്വരൻ നൽകുന്ന സമ്പത്തായതുകൊണ്ട് ഇത് ഒരിക്കലും നശിക്കില്ല. ആരൊക്കെ ശത്രുക്കൾ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അവർക്കതിന് കഴിയുകയുമില്ല. ഇവർക്ക് ഉയർച്ചയുടെ പടവുകൾ താണ്ടാനുള്ള ഫലമാണ് വരാൻ പോകുന്നത്. മാത്രവുമല്ല, ശത്രുക്കൾ എന്തൊക്കെ ചെയ്വനകൾ ചെയ്താലും ഇവർക്ക് ഈ സൗഭാഗ്യം വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്ത 2.5 വർഷക്കാലം കൊണ്ട് ഇവർക്ക് ഈ സൗഭാഗ്യം നേടിയെടുക്കാൻ കഴിയുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കാർത്തിക, രോഹിണി, മകീരം നാളുകാർക്ക് ശനീശ്വരന്റെ ഭാഗ്യമുണ്ട്. ശിവകോടീശ്വര യോഗം വന്നു ചേരാൻ പോവുകയാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം, വിശാഖത്തിന്റെ ആദ്യ പാദം നക്ഷത്രക്കാർക്കാണ് അടുത്തതായിട്ട് ശനിയുടെ അനുഗ്രഹം തേടിയെത്തുന്നത്. ഇവർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായിട്ടും ഒക്കെ ഉയർച്ചയുള്ളതായിട്ട് കാണുന്നു. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇവർക്ക് നല്ല നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ നല്ല സമയമാണ്. ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ബിസിനസ്സൊക്കെ അഭിവൃദ്ധിപ്പെടുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകും. ധനമൊക്കെ കെട്ടിക്കിടക്കുന്ന ധനമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവർക്കുണ്ടാകും. മാത്രവുമല്ല, ചില നേതൃപദവികളിൽ ഇവർ എത്തിപ്പെടും. അത്തരം നേതൃപദവികളിൽ ഇരുന്നു കൊണ്ട് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാൻ കഴിയും. ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചും ചിത്തിര, ചോതി, വിശാഖത്തിന്റെ ആദ്യപാദം ഇവരെ സംബന്ധിച്ചും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വരുന്നത്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നാളുകാർക്കാണ് ശനി അനുഗ്രഹ വർഷം ചൊരിയുന്നത്. ഇവർക്ക് ബന്ധങ്ങളിൽ നല്ല അനുഭവം ഉണ്ടാകും. തൊഴിൽപരമായി ഉയർച്ചയുണ്ടാകും. അതായത് ഇവർക്ക് ബന്ധങ്ങളിൽ നല്ല അനുഭവം ഉണ്ടാകും എന്ന് പറയുമ്പോൾ നല്ല ഭാര്യയോ ഭർത്താവിനെയോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നല്ല സന്തോഷവും നല്ല സ്നേഹവും ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാകും. മാത്രവുമല്ല, നല്ല കാമുകന്മാരെയൊക്കെ ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. പുതിയ നല്ല ബന്ധങ്ങൾ, അത് സുഹൃത്തായിക്കോട്ടെ, കാമുകനായിക്കോട്ടെ, കാമുകിയായിക്കോട്ടെ, ഒക്കെ നല്ല ബന്ധങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. തൊഴിൽപരമായി ഇവർക്ക് നല്ല ഉയർച്ചയുള്ള ഒരു സമയമാണ്. മനസ്സിന്റെ സന്തോഷം ഇവർക്ക് തിരികെ കിട്ടും. ഏറെ നാളായി മനസ്സ് കലുഷിതമായിരുന്നു, വേദനകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ മനസ്സിന്റെ സന്തോഷം ഇവരിലേക്ക് തിരികെ കിട്ടുന്ന ഒരു അവസ്ഥ വന്നു ചേരുന്നതായി കാണുന്നു. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഇവർ ഏർപ്പെടും. ഇവരുടെ കടബാധ്യതകളൊക്കെ തന്നെ മാറിക്കിട്ടുന്നതായി കാണുന്നു. ഇവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള സാധ്യതകളുണ്ട്. പുണ്യക്ഷേത്രങ്ങൾ ദർശിച്ച് ആ ദർശന പുണ്യം നേടാനുള്ള സാധ്യത ഇവർക്ക് ഉണ്ട്. വസ്തു തർക്കമൊക്കെ പരിഹരിക്കപ്പെടും. ഏറെ നാളായി വസ്തുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതായാണ് കാണുന്നത്. സമൂഹത്തിലെ ഉന്നതരുമായിട്ട് നിങ്ങൾക്ക് സൗഹാർദ്ദം ഉണ്ടാക്കാൻ കഴിയും. അതുവഴി നിങ്ങൾക്ക് പല നല്ല ഗുണങ്ങളും ലഭിക്കുന്നതായി കാണുന്നു. പരീക്ഷാ വിജയം ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കർമ്മ മേഖലയിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ്.
ഇവരെ സംബന്ധിച്ച് കർമ്മമേഖലയിൽ നിന്ന് വിദേശവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്നൊക്കെ കുറേ പണം ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കർമ്മമേഖലയിൽ കൂടുതൽ കരുത്തുള്ളവരായി ഇവർ മുന്നേറുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കാണ് അടുത്തതായിട്ട് ഗുണമുണ്ടാവുക. ഇവർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ഇവർക്ക് ശനി 3-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അത് നടന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. രോഗശാന്തി ഉണ്ടാകും. ഏറെ നാളായി നിങ്ങളെ അലട്ടിയിരുന്ന രോഗാവസ്ഥയൊക്കെ മാറും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടന്നു കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. വിവാഹ ദാമ്പത്യ കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള ഫലമാണ്. വിവാഹം നടക്കാതെ കുറേ കഷ്ടപ്പെട്ട ആളുകൾ, അവർക്ക് വിവാഹം നടക്കും. ദാമ്പത്യ പ്രശ്നങ്ങൾ മൂലം ഭാര്യയും ഭർത്താവും ഒക്കെ പിണങ്ങിക്കഴിഞ്ഞ ആളുകളാണെങ്കിൽ ആ പിണക്കമൊക്കെ മാറി ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഇവർക്ക് കഴിയും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണമുണ്ടാകും. പൂർവിക സ്വത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. മാത്രവുമല്ല, ബന്ധുജന സമാഗമം ഉണ്ടാകും. ബന്ധുക്കളുമായിട്ട് ഏറെ നാളായി അടുപ്പമൊന്നും ഇല്ലായിരുന്നു എങ്കിൽ ആ ബന്ധുക്കളുമായിട്ട് വീണ്ടും അടുപ്പം കൂടാനും നിങ്ങൾക്ക് യാത്രകൾ പോകാനും അവരുമായി സമയം ചെലവഴിക്കാനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നാളുകാർക്ക് സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറി രക്ഷിതാക്കൾ തീരുമാനിച്ച വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. പങ്കാളിയുടെ ആശയങ്ങൾ നിങ്ങളുടെ കൂട്ടായി നിൽക്കും. ദാമ്പത്യ ജീവിതത്തിലൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാകും. നല്ല രീതിയിൽ സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ശുഭകാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹകരിക്കും. പുതിയ ഗൃഹം വാങ്ങാനോ അല്ലെങ്കിൽ ഗൃഹം പുതുക്കി പണിയാനോ ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാഹനം മാറ്റി വാങ്ങാൻ കഴിയും. പുതിയ വാഹനം വാങ്ങാനൊക്കെ ഇടയുണ്ട്. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. പുത്ര പൗത്രാദികളോടൊപ്പം വിദേശവാസം സാധ്യമാകും. ഇപ്പോൾ മക്കളൊക്കെ വിദേശത്തുള്ള അച്ഛനമ്മമാർക്കൊക്കെ അവിടെ പോയി മക്കളുടെ കൂടെ താമസിക്കാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. കർമ്മ മേഖലയിൽ നല്ല നേട്ടം നിങ്ങൾക്കുണ്ടാകും. കലാ കായിക രംഗത്തുള്ളവർക്കൊക്കെ പുതിയ അവസരങ്ങൾ വരുന്നു. അവരുടെ ജീവിതം സുപ്രകാശിതമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ രാജയോഗം വന്നു ചേരുമെന്നാണ് കാണുന്നത്. അതായത് 41 മുതൽ 61 ദിവസത്തിനുള്ളിൽ സഹസ്ര കോടീശ്വര യോഗം വരും ഇവർക്ക് എന്ന് കാണുന്നുണ്ട്. ഇവർക്ക് സൗഭാഗ്യത്തിന്റെ കാലമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല വിശേഷാൽ ഗുണങ്ങൾ ഇവർക്ക് കാണുന്നുണ്ട്. തൊഴിൽ പ്രശ്നം മാറും. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വിദേശത്തേക്ക് യാത്രയ്ക്കായിട്ട് കുറേ നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. തൊഴിൽ രംഗത്ത് മികവുണ്ടാകും. രോഗദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകും. തടസ്സങ്ങളിൽ നിന്ന് ഒക്കെ മോചനമുണ്ടാകും. ശത്രുക്കൾ ചെയ്യുന്ന ദോഷപ്രവർത്തികളൊന്നും നിങ്ങൾക്ക് ഏൽക്കില്ല. നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി നടന്നു കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. നിങ്ങളിലേക്ക് കുറെ പണം വന്നു ചേരുന്നതായും കാണുന്നു. ഇവർക്ക് സ്വദേശത്തും വിദേശത്തും ഒക്കെ തൊഴിലവസരങ്ങൾ വരികയാണ്. അപ്പോൾ വളരെ സഹസ്ര കോടീശ്വര യോഗം എന്ന് പറയുന്നത് വളരെ വിശേഷാൽപ്പെട്ടതാണ്. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക. സൗഭാഗ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഭഗവാനെ മറക്കാതിരിക്കുക. അതുകൊണ്ട് ഇവർക്ക് വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരുന്നതായി കാണുന്നു. വലിയ വലിയ ലോണുകളൊക്കെ ലഭിക്കാനും അതുവഴി നിങ്ങൾക്ക് പല നല്ല കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും ഒക്കെ കഴിയും. അങ്ങനെ ഇവർക്കും നല്ല ഒരു അവസ്ഥയാണ് വന്നു ചേരുന്നത്.